ശ്രീ അനിൽകുമാർ, വർഗീയ പ്രീണനം നടത്തുന്നു CPM മുഖ്യമന്ത്രി എന്ന BJPയുടെ ആരോപണത്തിന് അങ്ങ് മറുപടി പറയണ്ട. അതൊരു രാഷ്ട്രീയ ആരോപണമായി അവിടെ നിൽക്കട്ടെ, അതല്ലെങ്കിൽ അവഗണിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസിന്റെ വക്താവ് പറയുന്നു നിങ്ങൾ കളിക്കുന്നത് വിഭജന രാഷ്ട്രീയമാണ് എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കി വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നുവെന്ന് BJPക്കെതിരെ പോരാടുന്ന കോമൺ ഫ്രണ്ടിലെ ഏറ്റവും മുഖ്യ കക്ഷിയായ കോൺഗ്രസ് പാർട്ടി നിങ്ങളെക്കുറിച്ച് ആരോപിക്കുന്നു. അതിന് മറുപടി പറയണം. ഈ അവസാനത്തെ ലോക്സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം രാമക്ഷേത്ര നിർമ്മിതിക്ക് നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തുന്നൊരു പ്രമേയമുണ്ടായിരുന്നു. ആ പ്രമേയത്തോടെ UDF വളർന്നു. മുസ്ലിം ലീഗ് പ്രമേയത്തെ എതിർത്തു. കോൺഗ്രസ് പാർട്ടി പ്രമേയത്തെ എതിർത്തില്ല. അപ്പോൾ ഞങ്ങളാണോ വിഭജിക്കപ്പെട്ടത്? എന്തുകൊണ്ട് UDFന് പാർലമെൻറ്റിൽ ഒരുമിച്ച് നിൽക്കാനായില്ല? മുസ്ലിം ലീഗും UDF കോൺഗ്രസും കേരളത്തിലും ഒന്നാണ്, ഡൽഹിയിലും ഒന്നാണ്. പക്ഷേ രാമക്ഷേത്ര നിർമ്മാണത്തിന് നരേന്ദ്രമോദിക്ക് നന്ദിപ്പെടുന്ന പ്രമേയത്തെ എന്തുകൊണ്ട് കോൺഗ്രസിന് എതിർക്കാനായില്ല? അപ്പോൾ വിഭജിച്ചത് CPM ആണോ ഇന്ത്യൻ പാർലമെൻറ്റിൽ? രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നരേന്ദ്രമോദിക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ട് ആ പരിപാടി ഞങ്ങളുടെ പിതാവായിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിയുടെ സജീവമായ ഇടപെടലിലാണ് ആ രാമക്ഷേത്ര നിർമ്മിതി ഉണ്ടായതെന്ന് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പ്രചരിപ്പിച്ചതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു മൃദുഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് വിപ്രതിപത്തിയുണ്ട്. നിങ്ങൾ ഭ്രാന്ത് പറയുമ്പോൾ ഉടുത്ത ഭ്രാന്താണോ തുണി ഉടുക്കാത്ത ഭ്രാന്താണോ പ്രധാനം എന്ന് ചോദിച്ചാൽ ഭ്രാന്താ രണ്ടും. അത് രണ്ടും വർഗീയ ഭ്രാന്താണ്. അതിൽ കമൽനാഥ് എന്താ നിലപാടെടുത്തത്? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരേന്ത്യയിലെ മുഖ്യമന്ത്രിമാരെന്താ നിലപാടെടുത്തത്? അവരെല്ലാം എടുത്ത നിലപാട് എങ്ങനെയാണോ BJPയുടെ അതേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് BJP ചെയ്യുന്ന അതേ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ട് ഞങ്ങൾ വിഭജനത്തിലില്ലാന്ന് പറഞ്ഞാൽ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, വിഭജനം ഇവിടെ നടക്കുന്നില്ലേ? ഞാൻ ആ BJPക്കാരുടെ ഭാഗത്തിന് മറുപടി പറയേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്. 15 ലക്ഷം രൂപ വീതം വിദേശത്തുള്ള കള്ളപ്പണം പിടിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയത് എങ്ങനെയാണ്? ഇന്ത്യ രാജ്യത്ത് കള്ളപ്പണത്തിൻ്റെ തമ്പുരാന്മാരായി BJP മാറി. കോൺഗ്രസും അതിൻ്റെ പങ്കാളിയായി. അതല്ലേ നിങ്ങൾ ചെയ്തത്? ആ അക്കൗണ്ടിൽ പണം കിട്ടിയോ? കർഷകർക്ക് അവരുടെ മുടക്കുമുതലിൻ്റെ 50% വില നിശ്ചയിച്ചുകൊണ്ട് കമ്പോളത്തിലെടുക്കും, താങ്ങുവില കൊടുക്കും. നരേന്ദ്രമോദി പ്രസംഗിച്ചതല്ലേ, നടപ്പാക്കിയോ? പിന്നെ 50 രൂപയ്ക്ക് പെട്രോളും 50 രൂപയ്ക്ക് ഡീസലും ഒക്കെ വിൽക്കുന്ന ഒരാൾ വയനാട്ടിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ വാഗ്ദാനം നടപ്പാക്കിയ കോൺഗ്രസിൻ്റെ BJPയുടെ നിലപാടാണോ ഇന്ത്യ രാജ്യത്തെ പട്ടിണി സൂചികയിൽ 111 ഓക്സ്ഫാമിൻ്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് എന്താണെന്നറിയാമോ? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് മുമ്പുള്ള കാലത്തേക്ക് ആ ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അതിസമ്പന്നന്മാരുടെ സ്വത്ത് വളർന്നു. 1% വരുന്ന ഇന്ത്യ രാജ്യത്തെ അതിസമ്പന്നന്മാരുടെ സ്വത്ത് ബ്രിട്ടീഷ് കാലത്തെ ആ സ്വത്തിനേക്കാളും അവർക്ക് വളർച്ചയുണ്ടായിരിക്കുന്നു. എന്താ ഇത് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് സമ്പന്നന്മാർക്ക് വേണ്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല. എന്നിട്ട് ആരാ വിഭജിച്ചത്? ഇന്ത്യ രാജ്യത്തെ സമ്പന്നന്മാരുടെ ഇന്ത്യയും ദരിദ്രരുടെ ഇന്ത്യയുമായി വിഭജിച്ചതാണ് നരേന്ദ്രമോദിയുടെ 10 കൊല്ലം. നിങ്ങളുടെ കോർപ്പറേറ്റ് പ്രീണനം, അതിനുവേണ്ടി നിങ്ങൾ നടത്തിയ കോർപ്പറേറ്റ് ബോണ്ട് പദ്ധതികൾ. ഇനി നമ്മൾ പറയാമല്ലോ, ഇവിടെ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് പഥ്യമല്ലല്ലേ? ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ പേര് പറയാം, വി ആൻഡ് അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്. നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു. എൻ്റെ എല്ലാ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലെ വാചകമാണ് ഈ കേട്ടത്. 1923 പുറത്തിറങ്ങിയ ഹിന്ദുത്വ ഈസ് ഡിഫൈൻഡ്. സവർക്കറുടെ പുസ്തകം ഒന്നെടുത്ത് വായിച്ചു നോക്കി. ഇനി ഇല്ലെങ്കിൽ സവർക്കറുടെ വേറൊരു പുസ്തകം പറയാം, ഇന്ത്യ ചരിത്രത്തിലെ 6 സുവർണാധ്യായങ്ങൾ. ഇല്ലെങ്കിൽ സവർക്കറുടെ വേറൊരു പുസ്തകം പറയാം, ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ യുദ്ധം 1857. വായിച്ചു നോക്ക്. ഇന്ന് നരേന്ദ്രമോദിയും മോഹൻ ഭഗവതും BJPക്കാരെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിചാരധാരയിലുണ്ട്, ഈ പുസ്തകങ്ങളിലുണ്ട്. വിചാരധാര ഇല്ലാത്ത കാര്യമാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതെല്ലാം ഈ നാട്ടിൽ ചെന്നിട്ട് ലവ് ജിഹാദിൻ്റെ പേരിൽ, മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ പൊതു സിവിൽ കോഡിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പശു കയറിയെന്നും ബീഫ് കമ്പനിക്കാരുടെ നിന്ന് 50 കോടി വാങ്ങിച്ചു ഇലക്ട്രൽ ബോണ്ട്. എന്നിട്ട് ഗോവധത്തെക്കുറിച്ച് കേരളത്തിൽ മുഴുവൻ, ഇന്ത്യ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോമാതാവിനെക്കുറിച്ച്. ഈ BJPക്കാരെക്കുറിച്ച് ഇന്ത്യ മുഴുവൻ വിഭജനമുണ്ടാക്കി രാജ്യത്തെ വിഭജിച്ച് നിൽക്കുന്നൊരു BJPയെക്കുറിച്ച് യുദ്ധം ചെയ്ത് പോകുന്നതിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്താണ്? ഞങ്ങൾ തൊഴിലാളികളെ ഒരുമിപ്പിച്ചു, കർഷകരെ ഒരുമിപ്പിച്ചു. അവിടെ ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, മലപ്പുറത്ത് മാത്രമല്ല ഈ പരിപാടി. കേരളത്തിൽ 6 or 7 സ്ഥലത്ത് പരിപാടി വെച്ചിട്ടുണ്ട്. കാസർഗോഡ് പരിപാടി നടന്നു,
കോഴിക്കോട് പരിപാടി നടന്നു, കൊല്ലത്ത് പരിപാടിയുണ്ട്. ഇവിടെ നിന്നും പരിപാടി നടന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്തരം ബി ജെ പിക്കാർക്ക് പരാതി ഇല്ലല്ലോ. എന്താ മലപ്പുറത്ത് മാത്രം വരുമ്പോൾ പരാതി വരുന്നത്? ആ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെ വണ്ടിയെ നിറക്കി വിട്ടായിരുന്നു. നരേന്ദ്രമോദി വിഭജിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ മുഖ്യമന്ത്രി ആരെ വിഭജിച്ചെന്നാണ് പറയുന്നത്. പാലക്കാട് വന്ന പ്രധാനമന്ത്രി മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ വണ്ടിയിൽ നിറക്കി വിട്ടു. വിഭജനമാണോ അല്ലയോ? അതുകൊണ്ട് വിഭജനത്തിൻ്റെ തമ്പുരാക്കന്മാരാര്? ശരി, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് കിട്ടും, ഞങ്ങളെന്തോ പ്രത്യേകം ചെയ്യുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ മാത്രമേ ശേഷിയുള്ളൂ. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. ബംഗാളിൽ CPM ആണോ കോൺഗ്രസ് ആണോ കൂടുതൽ മത്സരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെല്ലാം അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ദൃഢതയുള്ളൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തൊരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തിയെ ദുർബലപ്പെടുത്തുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളല്ലേ കേജ്രിവാളിനെ ജയിലിലടച്ചത്? കോൺഗ്രസ് ഇന്നിപ്പോൾ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ, ഇന്ത്യ മുന്നണി അതിൻ്റെ അകത്ത് ശക്തിയെക്കുറിച്ച്. കേജ്രിവാളിനെ ജയിലിലടക്കണമെന്ന് ആദ്യം കത്ത് കൊടുത്തത് ഡൽഹിയിലെ PCCയുടെ പ്രസിഡൻ്റല്ലേ. ഞാൻ കത്ത് വേണേൽ അങ്ങോട്ട് അയച്ചു തരാം. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മോദിക്ക് വേണ്ടി വഴിവെട്ടി കൊടുത്ത് മോദി ഈ പരുവത്തിലേക്ക് എത്താൻ തക്കവണ്ണം വഴിവെട്ടി കൊടുത്ത ഒരു രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിൻ്റെത്. ഞങ്ങൾ പറഞ്ഞു തന്നെ പോകും. കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു പോവുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യത്തിലല്ല തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട. പൗരത്വ ഭേദഗതി നിയമം പല ചർച്ചകളിൽ ഒരു വിഷയം മാത്രമാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉന്നയിക്കും. കേരള സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉന്നയിക്കും. കേരളത്തെ തകർക്കുന്ന കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായ യുദ്ധത്തിൽ കോൺഗ്രസ് ഇല്ല. ഞങ്ങളത് ഉന്നയിക്കും. ഞങ്ങൾ ചോദിക്കുന്നത് വിഭജിക്കേണ്ട. നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായോ? നാളിതുവരെ തയ്യാറായില്ല. പിന്നെ നിങ്ങൾ എന്ത് ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത്? അതാണ് CPM-ന്റെ പോയിന്റ്.